അപ്പോൾ ഇന്ന് തയ്ച്ച് തീർത്ത 2 ബ്ലൗസാണ് ഈ കാണുന്നത്. രണ്ടും വന്നിട്ട് നോർമൽ കട്ടിംഗ് ആണ് കേട്ടോ. നമ്മുടെ ബെൽറ്റ് കട്ട് ചെയ്ത ബ്ലൗസാണ്. ഒരെണ്ണം ഇതായിരുന്നു കേട്ടോ. നമുക്കൊരു യൂണിഫോം ആണ് കേട്ടോ. എന്ത് ആവശ്യത്തിനുള്ളൊരു യൂണിഫോം ആയിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ രണ്ടാമത്തെ ബ്ലൗസ്. ഇത് നമ്മുടെ കോട്ടൺ ലിനൻ സാരി ആയിരുന്നേ. അപ്പം നമുക്കിന്നൊരു വീനക്ക് വരുന്നൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. ഞാൻ സ്കാലപ്പൊക്കെ അടിച്ചിട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ എന്നിട്ട് 2 ലെയർ തുണിയിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് അധികം വീതിക്കാണ് കേട്ടോ നമ്മുടെ മെറ്റീരിയൽ കട്ട് ചെയ്തിട്ടേക്കണത്. ശരിക്കും അത്രയും വീതി വേണ്ട, നമുക്ക് ആ സ്കാലപ്പിൻ്റെ അത്രയും വീതി മതി കേട്ടോ. പക്ഷേ ഞാൻ കുറച്ചുകൂടി വീതിയിൽ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ മുറിച്ച് കളയും. എനിക്ക് തുണി അത്യാവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് ലാവിഷായിട്ടൊക്കെ എടുത്തത്. എന്തെങ്കിലും കുഴപ്പം വരുമോ എന്നൊക്കെ ഓർത്തിട്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ സ്കാലപ്പ് ആദ്യം അടിച്ചിട്ട് നമ്മുടെ തുണി മറിച്ചെടുത്ത് തേച്ച് വെക്കുകയും അതിന് ശേഷമാണ് കേട്ടോ ബാക്കി നമുക്കിതിലൊരു ലേസും കൂടി പിടിപ്പിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലേസ്. അപ്പോൾ ഞാൻ തുണിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നാലും കുറച്ച് വേസ്റ്റ് ഉണ്ട് കേട്ടോ. അതും കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ഈ അടുപ്പും കൂടി കഴിഞ്ഞിട്ട് ഞാനതും കൂടി കട്ട് ചെയ്ത് മാറ്റുവേ. ഏകദേശം ഇത്രയും തുമ്പ് വരുന്ന രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അത് നമ്മുടെ ലൈനിങ് മെറ്റീരിയലാണേ. അതിൽ ഞാനൊരു 4.5 ഇഞ്ച് വീതിയിലും 14 ഇഞ്ച് ഇറക്കത്തിലും ഒരു വി എടുക്കുന്നുണ്ട്. അതിൻ്റെ താഴത്തെ ഭാഗം വരുന്നത് ഒരു 1.5 ഇഞ്ചിലാണ് കേട്ടോ ഞാൻ മാർക്ക് ചെയ്തേക്കണത്. എന്നിട്ട് ഞാനത് കട്ട് ചെയ്തെടുത്തു. ലൈനിങ്ങിലേക്ക് നമ്മുടെ മെറ്റീരിയലും കൂടി കൂട്ടി അടിച്ചെടുത്തു. നമുക്ക് നെക്കിൻ്റെ അടിഭാഗത്ത് നമ്മൾ ആ കൂട്ടി പിടിപ്പിച്ചതിൻ്റെ ഭാഗത്തായിട്ട് നമുക്കൊരു 1/4 ഇഞ്ചിൽ 2 സൈഡും ചെരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഇതുപോലെ മുകളിൽ നിന്ന് നമ്മൾ അടിച്ചെടുത്ത പീസ് ഇതുപോലെ പിടിപ്പിച്ച് കൊടുക്കുകയാണ്. നമ്മൾ ആ കട്ട് ചെയ്ത വശം വര ആണിട്ട് നമ്മൾ ഓരോ 2 സൈഡിൽ ഇതുപോലെ പിടിപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഏകദേശം ഒരു 14 ഇഞ്ചിൽ 15 ഇഞ്ചോളം വീതിയിലാണ് കേട്ടോ, നമ്മുടെ വിലയിറക്കത്തിലാണ് കേട്ടോ നമ്മുടെ ലേസും ഈ സ്കാലപ്പും കൂടി കട്ട് ചെയ്തെടുത്തേക്കണത്. അത് കഴിഞ്ഞിട്ട് ഞാനത് ഒന്ന് അടിച്ച് മറിച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് അടിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പുറത്തെ വശത്തും അതുപോലെ തന്നെ നമുക്ക് അടിച്ചെടുക്കണം. അതിന് ശേഷമാണ് കേട്ടോ ബാക്കി. അപ്പോൾ രണ്ടാമത്തെ വശവും ഞാൻ അതുപോലെ തന്നെ അടിച്ചെടുക്കുകയാണ്. നമുക്കൊരു 1/4 ഇഞ്ച് തുമ്പിട്ടിട്ട് അടിച്ചെടുക്കാം കേട്ടോ. ഇനി അത് വേണ്ട, അത്രയും വേണ്ട, കുറച്ച് മതി എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടും അടിച്ചെടുക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ ഇതുപോലെ ആക്കിയിട്ടുണ്ട്. നമ്മുടെ നെക്ക് ഏകദേശം ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ തന്നെ ഒരു വി പോലത്തെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് പതിച്ചടിച്ച് കൊടുക്കുക. ഈ സെൻറ്റർ ഭാഗം വരുമ്പോഴത്തേക്കിനും നമ്മുടെ ആ ഒരു 1/4 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്തില്ലേ, ആ കട്ട് ചെയ്ത ഭാഗം ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് ഇതുപോലെ അടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. അത്ര എളുപ്പമൊന്നുമല്ല, കുറച്ച് ബുദ്ധിമുട്ടുള്ള നെക്ക് തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ ലേസൊക്കെ പിടിപ്പിച്ചെടുത്തുകൊണ്ടായിരിക്കും കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഫിനിഷ് ചെയ്തിട്ടുണ്ട് നമ്മുടെ നെക്ക്. ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ നെക്ക് ഉണ്ടാവുക. ഇത് പോരാത്തൊരു നല്ല കളർ കൂടി ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയണേ.